ട്രേഡേഴ്സ് വെൽക്കം. ഇന്ന് എക്സ്പയറി ഡേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടിനുള്ളിൽ മാർക്കറ്റ് ടേൺ ചെയ്യാനുള്ളൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആയിരുന്നു ഇൻ കമ്പാരിസൺ വിത്ത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി അതേ സമയത്ത് റിയലി ഒരു വീക്ക്നെസ് നമുക്ക് കാണാൻ പറ്റി. സോ എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 17,300 എന്നുള്ള ഒരു റൗണ്ട് നമ്പറിൻ്റെ അടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സോ 15 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാം. നമ്മൾ ഇന്നലെ രണ്ട് റേഞ്ചിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ടോപ്പ് റേഞ്ച്, അതുപോലെ ഒരു ബോട്ടം. ഈ ടോപ്പ് ബോട്ടം റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു ലെവലിലെത്തി ഇമ്മീഡിയറ്റ്ലി, അതായത് ഒരു വലിയൊരു ഫോഴ്സ് മൂവ് ആണ് നമ്മളിവിടെ കണ്ടതെങ്കിൽ പോലും ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് ടേൺ അറൗണ്ട് ചെയ്തു ഈ ഒരു ലെവലിനുള്ളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. നമ്മൾ ഇന്നലെ പറഞ്ഞ വളരെ ഒരു സിമ്പിളായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കാര്യമാണ്. സ്പെഷ്യലി ഡ്യൂറിങ് എക്സ്പയറി ഡേയ്സ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മളിത് നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ ഈ കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. പല സമയത്തും നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ലെവൽ ബ്രേക്ക് ഔട്ട് കാണുമ്പോൾ നമ്മൾ ചാടി കയറും. ബട്ട് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ദിവസം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാറില്ല. സോ ഇനി നാളെ നിഫ്റ്റിയുടെ ഒരു മൂവ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഈ ഒരു കണ്ടീഷനിൽ ആസ് ഓഫ് നൗ നമുക്ക് കാണാൻ പറ്റുന്നൊരു ക്ലിയർ കാര്യമാണ്. മാർക്കറ്റ് ഒരു 17,491 ഈ ഒരു ലെവൽ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ലെവലുണ്ട്. അതിൻ്റെ താഴെ 17,400 എന്ന് പറയുന്നൊരു ലെവലും കൂടി ഉണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് വരെ നിഫ്റ്റിയിലൊരു ലോങ് പൊസിഷൻ ഉണ്ട് എന്നെനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇല്ല. ബിക്കോസ് ഈ ഒരു മാർക്കറ്റ് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വന്ന് താഴേക്ക് മൂവ് ചെയ്യുക എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സ്പെഷ്യലി നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവൽ ഇവിടെ കാണാം. 17,235 എന്നുള്ളൊരു ലെവലുണ്ട്. അപ്പോൾ 17,220 ഏതാണ്ട് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്കൊരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ 17,150 ആയിരിക്കും. അതിനുശേഷമുള്ള സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 17,110 എന്നുള്ള ലെവലാണ്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം മാർക്കറ്റിലെ കൺസോൾട്ടേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ. മാർക്കറ്റ് ഏത് ലെവലിലാണ് ഓപ്പൺ ആവുന്നത്, ഈ ലെവലിലൊക്കെ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ഓപ്പൺ ആയതിനു ശേഷം ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുന്ന് താഴേക്ക് ഈ ഒരു ലെവൽ വരെയെങ്കിലും നമുക്കൊരു ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ലെവലിലാണ് ഉണ്ടാവുക. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് നമ്മൾ പറഞ്ഞു. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുകളിലേക്കുള്ള ലോങ് ട്രേഡ് പ്രിഫർ ചെയ്യൂ, സ്റ്റിൽ വിത്ത് ലോ ക്വാണ്ടിറ്റി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു 17,500 ബ്രേക്ക് ചെയ്യുന്നത് വരെ, കഴിഞ്ഞ 2 ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് വരെ ഒരു സ്ട്രോങ് ലോങ്ങിനുള്ള പ്രിഫറൻസ് എനിക്കില്ല. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റോക്ക് ബാങ്ക് നിഫ്റ്റി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ മൂന്ന് ശരിക്കും ഈ ഒരു പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് 37,500 എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ 37,500, 38,000, അതായത് ഒരു 500 വരുന്ന ലെവൽസ് പ്ലസ് 500 എന്ന് പറയുമ്പോൾ 38,000, 38,500, 39,000. ഇതുപോലെയുള്ള റൗണ്ട് നമ്പേഴ്സ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കണ്ടിട്ടുണ്ട്. സോ ഈ ലെവലിൻ്റെ ജസ്റ്റ് മുകളിൽ, അതായത് ഓൾമോസ്റ്റ് ആ ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിന് കാണാനുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 36,800 എന്ന് പറയുന്ന ഒരു ലെവൽ നമുക്കിവിടെ സിമ്പിളായിട്ട് ഈ ക്യാൻഡിലിൻ്റെ ഇടയിൽ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സെയിം കൺസെപ്റ്റാണ്. പക്ഷേ നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിഫ്റ്റി അതിൻ്റെ ലോ, നമ്മൾ ഇന്നലെ പറഞ്ഞ റേഞ്ച് ഇതായിരുന്നു. ഈ റേഞ്ച് നിഫ്റ്റി ഹോൾഡ് ചെയ്ത സമയത്തും ബാങ്ക് നിഫ്റ്റി അതിനൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാം. കാരണം ഇമ്മീഡിയറ്റ്ലി ഈ ഒരു ലെവൽ വിത്ത് സ്ട്രോങ് 2 ക്യാൻഡിൽസ്, ഒരു ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ക്യാൻഡിലാണ്. അതിനുശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ. ഈ 2 ക്യാൻഡിലും ബ്രേക്ക് ചെയ്താണ് നിഫ്റ്റി താഴേക്ക് വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ നിങ്ങളോട് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരു ട്രേഡ് എടുക്കുന്ന പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ട്രേഡിന് ഓപ്പർച്യൂണിറ്റി കുറവാണ് എന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. അതുപോലെയുള്ളൊരു വ്യൂ നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാക്കുക. ആ വ്യൂവിനനുസരിച്ച് അല്ലെങ്കിൽ ആ പ്ലാനിനനുസരിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
സോ ഈ ലെവൽ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ടുള്ള 37,750 ലെവൽ ബ്രേക്ക് ചെയ്തു. ബട്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് കാണാം വിത്തിൻ 3-4 ക്യാൻഡിൽസ് ഇത് റീഗെയിൻ ചെയ്തു. റീഗെയിൻ ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു കൺസോൾട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ ഈ ബ്രേക്ക് ഡൗണിന് ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള 1-2 കാര്യം എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഞാൻ പറയാം. ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ, അതായത് 37,950 ലെവലിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്കൊരു ഡൗൺ മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇൻ ദ സെൻസ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത്, അതായത് 37,452 നമുക്കിത് ഇൻട്രാഡേ ക്ലോസിംഗ് ആണ്. ആക്ച്വലി അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ആണ് 37,531 എന്നുള്ളത്. 37,400 ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 37,300 അതുപോലെ 37,200 എന്നുള്ള 1-2 ലെവൽസ് നമുക്കിവിടെ കാണാൻ കിട്ടും. അത് വേറെ സീക്രട്ട് സംഭവങ്ങളൊന്നുമല്ല, നമുക്കിവിടെ കാണാം ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് 37,300 എന്നുള്ളത്. ഇവിടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ് 37,200. ഈ ഒരു ലെവൽ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയതിനു ശേഷം വളരെ സ്മൂത്തായി താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഓപ്പൺ ആവാതെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്കിവിടെ ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതുപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള പ്രൈസ് ആക്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി വെയിറ്റ് ചെയ്യാം. എല്ലാ ദിവസവും ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, എടുക്കുന്ന ട്രേഡ് പെർഫെക്റ്റ് ആയിരിക്കുക. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ചാടിക്കയറാനുള്ളൊരു ടെൻഡൻസി സ്വാഭാവികമായിട്ടുണ്ടാകും. അത് കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത്. കാരണം നമുക്ക് തോന്നും ഈ ഒരു ബ്രേക്ക് ഔട്ട് ചാൻസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി പോയി എന്നുള്ളൊരു ഫീലിംഗ്. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ മാർക്കറ്റ് റിയലി ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ ബ്രേക്ക് ഔട്ട് ലെവൽ നമുക്ക് കാണാം. ഈ ബ്രേക്ക് ഔട്ട് ലെവൽ 37,800 ഈ ഒരു ലെവൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലെവലിനുള്ളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. അതായത് ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവൽ ഓൾമോസ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഹോൾഡ് ചെയ്തു. അവിടെ ഒരു കൺസോൾട്ടേഷൻ, അതിന് ശേഷം ഡൗൺ ബ്രേക്ക് ഔട്ടാണ് ഉണ്ടായിരിക്കുന്നത്. സോ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുകളിൽ പോയാൽ മാത്രം ട്രേഡ് ചെയ്യാനാണ്, ലോങ് ട്രേഡിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുക. പക്ഷേ അവിടെയും അഗെയിൻ ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ നമുക്കൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു മൂവ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മൂവ്സിന് ശേഷം പോകുന്നതിനായിരിക്കും കുറച്ചുകൂടി ഇൻ കമ്പാരിസൺ കുറച്ചുകൂടി വാലിഡിറ്റി കൂടുതലെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് ഇത് എൻ്റെ വ്യൂസ് മാത്രമാണ്. അത് നിങ്ങളുടെ വ്യൂസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ദയവായി എൻ്റെ വ്യൂസ് ഇഗ്നോർ ചെയ്യുക. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ വ്യൂസ് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ കൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി പോയി ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല. അതേസമയത്ത് മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്ന് മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഹൈ ലെവൽ നോക്കിയാൽ മനസ്സിലാവും, ബാങ്ക് നിഫ്റ്റിയുടെ ഹൈ ലെവൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 38,450 എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഇവിടെയുണ്ട്. ഈ ലെവൽ ക്രോസ് ചെയ്യുന്നത് വരെ, അതായത് കഴിഞ്ഞ 2 ദിവസത്തെ ഹൈ ആണിത്, ഈ ലെവൽ ക്രോസ് ചെയ്യുന്നവരെ ഒരു പക്ക ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഈ ഒരു ലെവലിൽ വീണ്ടും റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എന്ത് മൂവാണോ ചെയ്യുന്നത് അത് നമ്മൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ തരും. ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ രാവിലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണുന്നൊരു കാര്യമാണ്, ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസിൽ ഇത് ബ്രേക്ക് ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റും ആ ഒരു സ്ട്രെങ്ത് റീഡ് ചെയ്യുക. നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിൽ എങ്ങനെയാണ് ക്രിയേറ്റഡ് ആയത്, സ്ട്രോങ് ക്യാൻഡിലായിരുന്നു. ബട്ട് സെക്കൻഡ് ക്യാൻഡിൽ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റണം. അത് ലൈവ് മാർക്കറ്റിൽ ജസ്റ്റ് ഡെയിലി മാർക്കറ്റ് സ്ക്രീൻ ടൈം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. വളരെ സിമ്പിളായി മാർക്കറ്റ് അനാലിസിസ് ഡെയിലി ചെയ്യുക. എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല, ബട്ട് സ്ലോലി മാർക്കറ്റിൻ്റെ ആ ഒരു മാർക്കറ്റായിട്ടുള്ളൊരു സിങ്ക് നമുക്ക് വരും. ആ ഒരു കോൺഫിഡൻസോടുകൂടി ഡെയിലി അനാലിസിസ് ചെയ്ത് നോക്കുക. പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ഈ അനാലിസിസ് ഒരു ദിവസം നിങ്ങളെ നല്ലൊരു ട്രേഡർ ആക്കും. സോ കീപ് ലേണിംഗ്. ബൈ.